ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ നല്ല പച്ച ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെമ്മീൻ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം വലിയൊരു ചെമ്മീനാണ് കേട്ടോ. ഭയങ്കരമായിട്ട് പൊടിയൊന്നും അല്ല, ഇച്ചിരി വലുതാണ്. അപ്പോൾ നമുക്ക് നന്നാക്കി എടുക്കാനൊക്കെ എളുപ്പമാണ്. വലിയ ചെമ്മീനായാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ തലയും വാലും അതിൻ്റെ കാലൊക്കെ കളയുമല്ലോ, തൊണ്ടൊക്കെ കളയുമല്ലോ. അതിന് ശേഷം നമ്മൾ നടുവേ കീറിയിട്ട് ഒരു ഞരമ്പുണ്ട്, ബ്ലാക്ക് കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ ആയിക്കോട്ടെ. അപ്പോൾ ഏത് കളറാണെങ്കിലും ആ മുതുക് ഇങ്ങനെ കീറിയിട്ട് ആ ഞരമ്പ് ഇങ്ങനെ എടുത്ത് കളയണം കേട്ടോ. വലിയ ചെമ്മീനാണെങ്കിൽ. ചെറിയ ചെമ്മീനാണെങ്കിൽ കുഴപ്പമില്ല. ഇതേപോലെ ഇച്ചിരി ഇടത്തരം വലുതാണെങ്കിലും നമ്മളങ്ങനെ ഞരമ്പെടുത്ത് കളഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിതിപ്പോൾ. ചെമ്മീൻ ഇവിടെ കിട്ടാറുണ്ടായിരുന്നില്ല, കുറേ നാളായി ചെമ്മീനൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഇവക്കുട്ടീനെ സ്കൂൾ വണ്ടി കയറ്റി വിടുന്ന ടൈമിൽ ഒരു മീൻകാരൻ വന്നു. അപ്പോൾ ചെമ്മീൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിയുടെ കയ്യിൽ ചെമ്മീൻ ഉണ്ടായി. ഞാനൊന്നും നോക്കിയില്ല, അപ്പം തന്നെ അങ്ങോട്ട് മേടിച്ചു. കാരണം ചെമ്മീൻ കഴിച്ചിട്ട് കുറേ നാളായേ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത്. അപ്പോൾ നിങ്ങളോടും കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവുകൾ കൂട്ടാം കുറക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു അളവിനാണ് എടുത്തേക്കണത്. ചെമ്മീൻ ഓൾറെഡി നമ്മൾ നന്നാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാളയൊക്കെ ക്ലീൻ ചെയ്ത് ഇതുപോലെയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞെടുക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾ അയ്യോ കുറേ ഉണ്ടല്ലോ സവാളയും ഉള്ളി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം നമ്മൾ വഴറ്റി വരുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാവില്ല, ചുരുങ്ങിപ്പോവും. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ എടുക്കുന്നതാണ് റോസ്റ്റിനൊക്കെ നല്ലത്. അപ്പോൾ ചെമ്മീൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് ആ ഉള്ളിയൊക്കെ കഴിക്കുമ്പോഴും സവാളയൊക്കെ കഴിക്കുമ്പോഴും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചെമ്മീൻ്റെ. അപ്പോൾ ഇച്ചിരി കൂടുതൽ എടുത്തെന്ന് പറഞ്ഞിട്ട് ആരൊന്നും പേടിക്കണ്ട, വഴറ്റി വരുമ്പോഴത്തേക്കും കുറച്ചേ ഉണ്ടാവുള്ളൂ. ആദ്യം തന്നെ നമുക്ക് അടുപ്പ് വെച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികൾക്കൊക്കെ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് എപ്പോഴും ടേസ്റ്റ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും വേറെ എന്താ ചെയ്യേണ്ടേ? വേറെ ഒന്നും ചെയ്യേണ്ട. അത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയൊക്കെ ഇല്ലേ, ആ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ആ ഒരു പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ ചെമ്മീൻ റോസ്റ്റൊക്കെ വേറൊരു പാത്രത്തിലോട്ട് ആക്കി മാറ്റി വെച്ചിട്ട് നല്ല ചൂട് ചോറ് ഈ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ പെരട്ടി കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. ഞാൻ കഴിക്കണ കണ്ടാൽ പിള്ളേരും കഴിയിട്ട് വരും, അത് വേറെ കാര്യം. അപ്പോൾ നമുക്കെന്തായാലും സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. കണ്ടോ, സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ അങ്ങോട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ഉള്ളിയും സവാളയൊക്കെ. അതുകൊണ്ട് ദേ കണ്ടോ, അതുകൊണ്ടാണ് പറയണത് നമ്മൾ ഇച്ചിരി എപ്പോഴും കൂടുതൽ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അരിയുമ്പോൾ നമുക്ക് കുറേ ആയിട്ടൊക്കെ തോന്നും, പക്ഷേ ഉണ്ടാക്കി ഇങ്ങനെ വരുമ്പോഴത്തേക്കും വഴറ്റിയൊക്കെ വരുമ്പോഴത്തേക്കും ചുരുങ്ങിപ്പോവും, കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഈ റോസ്റ്റിനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ തന്നെ എടുത്തുകൊണ്ടിട്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളിച്ചെണ്ണ പോരായെങ്കിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ആ പൊടിയുടെയൊക്കെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, വഴറ്റിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇതുപോലെ അങ്ങോട്ട് പിറക്കിയിട്ട് കൊടുക്കണം. വെള്ളം ഒഴിക്കരുത്, ചെമ്മീനൊക്കെ വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് എല്ലാം കൂടി ഇങ്ങനെ പൊത്തി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീനൊക്കെ വെള്ളം ഇറങ്ങും, അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് വെറുതെ കുളമൊക്കെ കളയരുത്. പിന്നെ തക്കാളി, ആ സവാളയൊക്കെ വന്ന ടൈമിൽ തക്കാളി വേണ്ടവർക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ ഞാൻ ചേർത്ത് കൊടുത്തില്ല. വേണ്ടവർക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അങ്ങോട്ട് അടച്ച് വെച്ച് അങ്ങോട്ട് പോവരുത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തായിരുന്നു. ഇത് കണ്ടോ, ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഓവറായിട്ട് എരിവൊന്നുമില്ല. കാരണം ഒരു പച്ചമുളകും കുറച്ച് മുളക് പൊടിയിൽ നമ്മൾ ഇട്ടുള്ളൂ. എരിവൊക്കെ വേണ്ടവർക്ക് അതിനനുസരിച്ച് ഇടാം, പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാൻ കുറക്കാം. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനുള്ള എരിവാണ്. ഓവറായിട്ട് എരിവ് കൂടിപ്പോയാലും തിന്നാൻ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം എരിവൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി ചൂടോടെ ചോറൊക്കെ കഴിക്കാം. ചട്ടിയിൽ പുരട്ടി അങ്ങോട്ട് കഴിക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണോ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായാലും അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെയാണോ ഉണ്ടാക്കണേന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ഇതൊക്കെ ഒന്ന് പറയണം. ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.